നമസ്കാരം. യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ റിമാൻഡിലാണ്. പോലീസിന്റെ അതീവ രഹസ്യമായ നീക്കങ്ങൾക്കൊടുവിൽ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രി തൊടുപുഴയ്ക്ക് സമീപം മുട്ടത്ത് വെച്ച് സിനിമാ സ്റ്റൈലിൽ കാർ തടഞ്ഞു നിർത്തിയായിരുന്നു കസ്റ്റഡിയിലെടുക്കൽ. രഞ്ജിത്തിനൊപ്പം കാറിലുണ്ടായിരുന്ന സുഹൃത്തായ നടൻ ബോബി കുര്യനെയും മറ്റൊരാളെയും പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിച്ചത്. നടന്റെ കാറിലാണ് രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് സൂചനയുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ, DCP അശ്വതി ജിജി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ഓപ്പറേഷൻ. താഴെത്തട്ടിലുള്ള പോലീസുകാർ പോലും അറിയാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു പരാതിക്കാരിയുടെ മൊഴിയെടുത്തത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. ഇതിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് മണത്തറിഞ്ഞ രഞ്ജിത്ത് ഒളിവിൽ പോകാൻ നീക്കം നടത്തുന്നതിനിടയിലാണ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം വലവിരിച്ചത്. തൊടുപുഴ പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കൊച്ചി പോലീസിന് കൈമാറി. ജനുവരി 9 ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിലെ കാരവാനിൽ വെച്ച് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് നടിയുടെ പരാതി. സംഭവത്തിന് പിന്നാലെ നടി വലിയ മാനസികാഘാതത്തിലായിരുന്നു. പരാതി പോലീസിലെത്താതിരിക്കാൻ രഞ്ജിത്തും സുഹൃത്തുക്കളും വലിയ രീതിയിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും നടി വഴങ്ങിയില്ല. കൗൺസിലിംഗിന് ശേഷം സാധാരണ നിലയിലേക്ക് മടങ്ങി വന്ന നടി നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ്. ജയിൽവാസം നടന് വേണ്ടിവരും. അറസ്റ്റ് നടപടികൾക്ക് മുന്നോടിയായി രാത്രി 1 മണിയോടെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ രഞ്ജിത്തിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. പരിശോധനയിൽ രക്തസമ്മർദ്ദം ഉയർന്നതായും ECGയിൽ വ്യതിയാനമുള്ളതായും കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റും രേഖപ്പെടുത്തി. മലയാള സിനിമയിലെ രാവണപ്രഭു എന്ന സിനിമ സംവിധാനം ചെയ്തതിലൂടെ രാവണപ്രഭു എന്നറിയപ്പെട്ട സിനിമാക്കാരനാണ് രഞ്ജിത്ത്. അങ്ങനെ മലയാള സിനിമയെ നിയന്ത്രിച്ച പ്രധാനികളിൽ ഒരാളാണ് അകത്താകുന്നത്. മാനഭംഗം, ലൈംഗികാതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീലാംഗ്യങ്ങൾ കാണിക്കൽ തുടങ്ങിയ ഗൗരവമായ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സിനിമയുടെ സെറ്റിൽ തന്നെയുള്ള ആഭ്യന്തര സമിതിയുടെ മുമ്പാകെ പരാതി നൽകിയെങ്കിലും ഇവിടെ തീരുമാനമാകാതെ വന്നതോടെ യുവനടി DGPക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച SITക്കും പരാതി നൽകിയെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നോർത്ത് വനിതാ പോലീസ് യുവനടിയുടെ മൊഴിയെടുത്ത ശേഷമാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയത്. എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന വഴി മുട്ടത്ത് വെച്ചാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ രഞ്ജിത്തിനെതിരെ 2 പീഡന പരാതികൾ ഉയർന്നിരുന്നു.